ഗുഡ് മോർണിംഗ്. ഹൈബ്രിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡൽ എക്സാമൊക്കെ അടുത്ത് വരികയാണല്ലേ. അപ്പോൾ മോഡൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോർഷൻസ് കെമിസ്ട്രിയിലെ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. +1 പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. SSLCയുടെയും +2 പോർഷൻ ഉടനെ തന്നെ നമ്മൾ ലൈവായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ +1 കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിലെയും വെയിറ്റേജ് അനുസരിച്ച് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ ചാപ്റ്റർ നമ്മളെ +1 ആദ്യത്തെ ചാപ്റ്ററാണ് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ ഇതിൽ 6 മാർക്കിനാണ് വെയിറ്റേജ് വരുന്നത്. ഈ ചാപ്റ്ററിൽ 6 മാർക്കിനാണ് വെയിറ്റേജ് വരിക. മൊത്തം ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 60 മാർക്കിനാണ് എക്സാം എഴുതേണ്ടതെങ്കിലും 78 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൽ നിന്ന് ചോയ്സ് എല്ലാം പോയിട്ട് 60 മാർക്കിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കണ്ട, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതാവുന്നതാണ്. അപ്പോൾ ബെസ്റ്റായിട്ടുള്ള ആൻസർ ആയിരിക്കും അവർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒന്നാം ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലെ വെയിറ്റേജ് കുറവാണ്, 6 മാർക്കിനേ ഉള്ളൂ. പക്ഷേ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യം നിങ്ങൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ഏതെങ്കിലും ഡിജിറ്റുകൾ തന്നിട്ട് അതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് എടുത്തെഴുതുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വരിക. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പോർഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. വരാൻ സാധ്യതയുള്ള പോർഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് പറയുന്നതെങ്കിലും മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോർഷൻസ് കൂടി ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകും. ഇതിൽ തന്നെ നമ്മൾ യൂണിറ്റ് കൺവേർഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 10⁻⁻9 എന്ന് പറഞ്ഞാൽ നാനോ മീറ്ററിലോട്ട് നിന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ നാനോ എന്ന് വരും. 10⁻12 പൈക്കോ, അങ്ങനെയുള്ള കൺവേർഷൻസ് 1 വേർഡായിട്ട് ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിന്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. എങ്കിലും ആദ്യത്തെ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കെമിസ്ട്രിയെ ബന്ധപ്പെട്ട ലോസ് ഉണ്ട്. ലോസിൽ 4-5 ലോസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അതുപോലെ തന്നെ ഗെയ്-ലൂക്കാസ് ലോ, അതുപോലെ നമ്മുടെ അവഗാഡ്രോസ് ലോ. ഈ ലോ എല്ലാം പഠിക്കുമ്പോൾ ലോ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ കൂടെ പഠിക്കണം. അതിനെ എങ്ങനെ നമുക്ക് ലോയിലേക്ക് എത്തിക്കാമെന്ന് തെളിയിക്കുന്ന ഇല്ലുസ്ട്രേഷൻ. അതിൽ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ സെയിം എലമെൻറ്റിൻ്റെ പ്രൊപ്പോർഷൻസ് വ്യത്യാസമായിട്ട് വരുന്ന ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അതുപോലെ തന്നെ ഒരേ എലമെൻറ്റ് വരുമ്പോൾ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഇതിനകത്തുള്ള എലമെൻറ്റ്സ്, കാർബൺ മോണോക്സൈഡിനകത്തുള്ള എലമെൻസിൻ്റെ പ്രൊപ്പോർഷനാലിറ്റിയെക്കുറിച്ച് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അങ്ങനെയൊക്കെ ഇല്ലുസ്ട്രേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇപ്പോൾ കാർബൺ മോണോക്സൈഡിലെ എലമെൻസിൻ്റെ മാസിൻ്റെ പ്രൊപ്പോർഷൻ പറയുന്നത് ഏത് ലോയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയുക എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞിട്ട് ലോ ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ലേശം ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിനോ അല്ലെങ്കിൽ മാക്സിമം 3 മാർക്കിനോ, 2 മാർക്കിനുള്ള ചോദിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. 1 മാർക്കിന് 1 വേർഡായിട്ടും ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട പോർഷനാണ് നമ്മുടെ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻ. നമ്മളൊരു ടേബിളൊക്കെ വരച്ച് കണ്ടുപിടിക്കുന്നതാണ്. അതിൽ എംപിരിക്കൽ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കുന്നു, അതിനുശേഷം n × എംപിരിക്കൽ ഫോർമുല എന്നൊരു ഇക്വേഷൻ വെച്ചിട്ട് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ചോദിച്ചാൽ ഒരു 3 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് മിനിമം ചോദിക്കുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നോക്കണം. 6 മാർക്കിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല ബേസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. പിന്നെ അടുത്ത 4ാമത് ചോദിക്കുന്നതാണ്, 4ാമത് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മോൾ കൺസെപ്റ്റുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. മോൾ കൺസെപ്റ്റിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക, ഓളിയം കണ്ടുപിടിക്കുക, STPയിൽ ഓളിയം കണ്ടുപിടിക്കുക. അതുമായിട്ട് ബേസ് ചെയ്തൊരു വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ മോൾ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രോബ്ലംസ് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഉള്ള പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മോൾ കൺസെപ്റ്റ്. അടുത്ത് ഇനിയുള്ളതാണ് സ്റ്റോഷിയോമെട്രിക് ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലിമിറ്റിംഗ് റിയേജന്റ്, എക്സസ് റിയാക്റ്റന്റ്, അതുപോലെ തന്നെ എക്സസ് റിയാക്റ്റന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഒരു മോളിക്കുലർ ഫോർമുല അതിന് ശേഷം
ഇത്ര എമൗണ്ട് റിയാക്റ്റൻറ്റ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടാവും, എക്സ് വെച്ചൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് ലിമിറ്റിംഗ് എക്സസ് റിയാക്റ്റൻറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണാറുണ്ട്. ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഇത്രയുമാണ് ഇതിനകത്ത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച് കണ്ടുവരാറുള്ള പോർഷൻസ്. ഇതിൽ ലോ, എംപിരിക്കൽ മോളിക്കുലാർ ഫോർമുല, ലിമിറ്റിംഗ് റിയേജന്റിന്റെ എക്സസ് റിയാക്റ്റന്റിന്റെ പ്രോബ്ലം, ഇത് മൂന്നും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള പോർഷൻസ് ആണെന്ന് പറയാം. അപ്പം ഇത്രയും ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള 6 മാർക്ക് നമുക്ക് കിട്ടും. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബേസ് ചെയ്ത ഒരു പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ അവർ ചോദിക്കുന്ന പ്രോബ്ലത്തിന്റെ ഉത്തരം എഴുതേണ്ടി വരും. പക്ഷെ അത് വളരെ പാടുള്ള കാര്യമൊന്നുമല്ല. ഈ ഫോർമുലയുണ്ട്, ഫോർമുല ബേസ് ചെയ്ത് നമ്മൾ ചെയ്താൽ മതിയാവും. ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് പറയാനുള്ള കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വലിയ ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാം. അത് മാത്രമല്ല വെയിറ്റേജ് നമുക്ക് 11 മാർക്കോളം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്ര വലിയ ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻസ് കൂടുതലുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഇതിൽ തന്നെ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ആദ്യം പഠിക്കേണ്ടത്, ഞാൻ കുറേ പോർഷൻസ് കട്ട് ചെയ്തിട്ടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ട്നെസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെയൊക്കെ വൈഡായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നല്ല മാർക്ക് കിട്ടണമെന്ന് ഉദ്ദേശമുള്ളവർ, ഫുൾ മാർക്ക് കിട്ടണമെന്ന് ഉദ്ദേശമുള്ളവർ എന്തായാലും ടെക്സ്റ്റിനകത്തുള്ള കംപ്ലീറ്റ് പോർഷൻസ് പഠിക്കേണ്ടി വരും. എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ചുള്ള നല്ലൊരു കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു 3-4 പ്രോപ്പർട്ടീസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. മാർക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതിയാവും. 2 പ്രോപ്പർട്ടി എഴുതാൻ 2 മാർക്കിനാണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എന്നൊക്കെ പറയും. ആ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് അതിൻ്റെ ആറ്റം മോഡൽ അയാൾ നമ്മുടെ റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയും. അതിൻ്റെ മെരിറ്റും പഠിക്കണം, ഡിമെരിറ്റും പഠിക്കണം. മെരിറ്റായിട്ടില്ല, ആറ്റം മോഡൽ തന്നെയാണുള്ളത്. പക്ഷേ ഡിമെരിറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിമെരിറ്റ് 2 പോയിന്റ് ഉണ്ട്. നമ്മുടെ മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് അതിൻ്റെ ഡിമെരിറ്റിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ അയാളുടെ ഒരു ചെറിയൊരു തിയറി കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിമെരിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അത് പഠിക്കുക. ഇനി ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്ററിൻ്റെ ഡ്യുവൽ ബിഹേവിയർ, വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും, അപ്പോൾ അതിനെക്കുറിച്ചുള്ള തിയറി. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, നമ്മുടെ പ്ലാങ്ക്സിൻ്റെ ക്വാണ്ടം തിയറിയിൽ നിന്ന് വന്ന 2 പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ബ്ലാക്ക് ബോഡി റേഡിയേഷനും. നമ്മുടെ ഡ്യുവൽ ബിഹേവിയറിൽ പാർട്ടിക്കിൾ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പോൾ ഇതിലെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗ്രാഫ് കൂടെ ഉണ്ട്, ടെക്സ്റ്റിനകത്തുണ്ട് ഗ്രാഫ്. ആ ഗ്രാഫ് കൂടെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് പഠിക്കുക. കാരണം ഗ്രാഫ് വെച്ചും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഹൈഡ്രജൻ സ്പെക്ട്രം അതിൻ്റെ ലൈൻ സ്പെക്ട്രമാണ്. അതിൽ ഡിഫറെൻറ്റ് ലൈൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ റീജിയൻസ്, ഇതെല്ലാമാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ബോർ ആറ്റം മോഡൽ. ഇതിൽ ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന്. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ടും 4 മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ടും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ് ബോർ ആറ്റം മോഡൽ. അതിൽ ആറ്റം മോഡലുണ്ട്. ആറ്റം മോഡൽ പോയിട്ട് അതിൻ്റെ മെരിറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിമെരിറ്റ് മാത്രമായി ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്, മെരിറ്റ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്, മെരിറ്റും ഡിമെരിറ്റുമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ആറ്റം മോഡൽ മാത്രമായിട്ട് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡീബ്രോഗ്ലിയുടെ ഇക്വേഷനും. ഈ ഡീബ്രോഗ്ലിയുടെ ഇക്വേഷനും ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി മാത്രം പഠിച്ചാൽ പോരാ. ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മാത്രമായിട്ട് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ് ആണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം പഠിക്കുമ്പോൾ അതിനകത്ത് റെഡ്ബർഗ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. RH × 1/n² - 1/n² എന്ന് പറയുന്ന ഫോർമുല വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൂടെ നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. റീജിയൻ n=1, റീജിയൻ n=3 എന്നൊക്കെ പറഞ്ഞുള്ള പ്രോബ്ലംസ്. അതുകൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോകും. പിന്നെ അടുത്ത് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന പോർഷൻ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ തിയറി മാത്രമല്ല 4 മാർക്കിന് തിയറിയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഏത് ക്വാണ്ടം നമ്പർ, ഈ ക്വാണ്ടം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട സബ്ഷെൽ ഏത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ കാണപ്പെടുന്ന ക്വാണ്ടം നമ്പർ ഏത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 1 മാർക്ക് മുതൽ 4 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ക്വാണ്ടം നമ്പർ. അടുത്ത കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഷേപ്പ് ഓഫ് SPDF ഓർബിറ്റൽസ്. അതിൽ എസിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പ്, P വരുമ്പോൾ ഡംബൽ ഷേപ്പ് വരും, D വരുമ്പോൾ ഡബിൾ ഡംബൽ ഷേപ്പ് വരും.
അപ്പോൾ ഇതിലൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ട്. പി വരുമ്പോൾ 3 ഫിഗർ വരും, ഡി വരുമ്പോൾ 5 ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് 5 ഫിഗർ വരും. അപ്പോൾ അതും ഏതെങ്കിലും ഒരു ഓർബിറ്റലിൻ്റെ ഫിഗറോ അല്ലെങ്കിൽ ജസ്റ്റ് 2pxന്റെ ഫിഗർ വരയ്ക്കുക, 2pyയുടെ ഫിഗർ വരയ്ക്കുക, അങ്ങനെ 2 മാർക്കിനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോർഷനാണ് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്. ലാസ്റ്റ് പോർഷൻ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾസ്. ആഫ്ബോ, ഹൺസ് റൂൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഏത് റൂളാണ് ഇതിൽ വയലേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ തവണ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് റൂളാണ് വയലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അതിൻ്റെ തിയറി വെച്ച് കണ്ടുപിടിച്ച് എഴുതുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെന്റ്, പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്, ഇതും ബോർ ആറ്റം മോഡൽ, ക്വാണ്ടം നമ്പേഴ്സ്, ഷേപ്പ് ഓഫ് SPDF ഓർബിറ്റൽസ്, പ്രിൻസിപ്പിൾസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാനിവിടെ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ വിട്ടുപോകാതെ പഠിക്കുക. കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ മാറി മാറി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കാരണം കുറേ പോർഷൻസ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും എഴുതിയിട്ടുള്ളത്. വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് 2ാമത്തെ ചാപ്റ്റർ. ഇനി നമുക്ക് 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 3ാമത്തെ ചാപ്റ്റർ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ വെയിറ്റേജ് 8 മാർക്കിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനകത്തുള്ള കംപ്ലീറ്റ് പോർഷൻസ് പഠിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. വളരെ കുറച്ച് മാത്രം പഠിക്കാനുള്ള വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ് ഈ 3ാം ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുക. അപ്പോൾ അതിൽ ഞാൻ ട്രയാഡ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡൊബ്രൈനിയർ ട്രയാഡ്സ്, അതുപോലെ തന്നെ ന്യൂലാൻഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഒക്ടാവ്സ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് രണ്ടും അത്ര കണ്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതല്ല, എങ്കിലും ഇത് 8 മാർക്കിന് ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പോവാം. കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. മെൻഡലീവ്സിന്റെ പീരിയോഡിക് ലോ, മെരിറ്റ്, ഡിമെരിറ്റ്, ഈ പോർഷൻ വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. ഇതിലൊന്നും ഒരു ക്വസ്റ്റ്യൻ വരും. മെൻഡലീവിൻ്റെ ഒന്നുകിൽ മെരിറ്റ്, ക്ലാസിഫിക്കേഷൻ്റെ മെരിറ്റ് അല്ലെങ്കിൽ ഡിമെരിറ്റ്, അതുമല്ലെങ്കിൽ മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുള്ള മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ ആണ്. അതുപോലെ തന്നെ മോഡേൺ പീരിയോഡിക് ലോ അല്ലെങ്കിൽ മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ, രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്. മോഡേൺ പീരിയോഡിക് ലോ കഴിഞ്ഞിട്ട് ലോങ് ഫോം പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ മോസ്റ്റ്ലി കണ്ടുപിടിച്ച മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫോമാണ് ലോങ് ഫോം പീരിയോഡിക് ടേബിൾ. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വായിച്ചിട്ട് പോവുക. 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. അടുത്ത റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് IUPAC നോമൻക്ലേച്ചർ. 100ന് ശേഷം അറ്റോമിക് നമ്പറുള്ള എലമെന്റ്സിന്റെ നെയിമിംഗ് ചെയ്യുന്ന രീതി. അൺ, നിൽ, ബൈ, എം. ഇപ്പോൾ 102 ആണെങ്കിൽ അൺ, നിൽ, ബൈ, എം. അപ്പോൾ ഇതുപോലെ നെയിമിംഗ് ചെയ്യുന്ന രീതി. അപ്പോൾ ഈ IUPAC നോമൻക്ലേച്ചറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുള്ളതാണ്. 1 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത ബ്ലോക്കുകളെ കുറിച്ചുള്ള S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്, ഈ ബ്ലോക്കുകളുടെ എല്ലാം ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കിയിട്ട് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ D ബ്ലോക്കിന്റെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിയും എഫിൻ്റെയും പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. എങ്കിലും വളരെ കണ്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ അല്ല. ഇത്രയാണ് ചാപ്റ്ററിന്റെ പകുതി. പിന്നെ അതിനുശേഷം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, പ്രോപ്പർട്ടീസിൽ വരുന്ന അയോണിക് റേഡിയസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോർഷനാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് കുറേ എലമെന്റ്സ് അയോൺസ് ഇങ്ങനെ നിരത്തി തന്നതിന് ശേഷം അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്പീഷീസ് തിരഞ്ഞെടുത്ത് എഴുതുക, അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എഴുതുക, അതിൻ്റെ എക്സാമ്പിൾ എഴുതുക, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അയോണൈസേഷൻ എന്താൽപ്പി ഗ്രൂപ്പ് വൈസ് എങ്ങനെ, പീരീഡ് വൈസ് എങ്ങനെ, പ്രോപ്പർട്ടി ആയിട്ട് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി, സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി, 2 എലമെന്റ്സ് തന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി ആണോ കൂടുതൽ, അതിൻ്റെ ആർക്കാണ് സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി കൂടുതൽ, അതൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫ് വരുന്നത് നമ്മളതിൽ സെക്കൻഡ് പീരീഡിൻ്റെ ഒരു ഗ്രാഫ് ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പോൾ അതിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അയോണൈസേഷൻ എന്താൽപ്പി കൂടുമെന്നാണ് പഠിക്കുക. പക്ഷേ 2-3 എക്സെപ്ഷൻ കേസുകൾ, ബെർലിയം ബോറോൺ, അതുപോലെ തന്നെ നൈട്രജൻ ഓക്സിജൻ, അതിലെ എക്സെപ്ഷൻ കേസുകളാണ്. ആ എക്സെപ്ഷൻ കേസിന് എങ്ങനെ വന്നു, അതിന് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺസും ആ ഗ്രാഫ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പിയും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. പിന്നെ അടുത്ത പോർഷനാണ് ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഫ്ലൂറിൻ്റെയും ക്ലോറിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് 17ാമത്തെ ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഫ്ലൂറിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ക്ലോറിന് വരുന്നു. യഥാർത്ഥത്തിൽ വരേണ്ടത് ഫ്ലൂറിനാണ്. അപ്പോൾ എന്തുകൊണ്ട് ക്ലോറിന് വരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാ വർഷത്തെ പരീക്ഷയ്ക്കും ഗീവ് റീസണിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്ത് 9ാമത്തേത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പോർഷൻ. വളരെ കണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക.
ലാസ്റ്റ് പോർഷൻ അനോമലസ് ബിഹേവിയറും ഡയഗണൽ റിലേഷൻഷിപ്പും അതും കൂടെ തിയറി ഒന്ന് പഠിച്ചു വയ്ക്കുക, എക്സാമ്പിൾ അടക്കം പഠിച്ചു വയ്ക്കുക. ഇപ്പം ഇത്രയും പോർഷൻസ് ആണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനകത്തുള്ളതെങ്കിലും ഇത്രയും പോർഷൻസ് ആണ് ഉള്ളതെങ്കിൽ ഇതിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പോർഷനിൽ കംപ്ലീറ്റ് കവർ ചെയ്യാൻ നോക്കുക. കാരണം 8 മാർക്ക് വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ പഠിക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഇതാണ് 3ാമത്തെ ചാപ്റ്റർ. ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 4ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആണ് ചാപ്റ്റർ. ചാപ്റ്ററിൽ നിന്ന് വെയിറ്റേജ് വരുന്നത് 10 മാർക്കാണ്. 10 മാർക്കിനോളം ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. കുറച്ച് കൂടുതൽ പോർഷൻ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുക ഒക്ടറ്റ് റൂളും അതിൻ്റെ ലിമിറ്റേഷനും. ഒക്ടറ്റ് റൂൾ ലിമിറ്റേഷൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ്. ഒക്ടറ്റ് റൂൾ എഴുതുക, അതിൻ്റെ ലിമിറ്റേഷൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ലിമിറ്റേഷൻസ് ആണ്. ഈ ഒക്ടറ്റ് റൂൾ പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് ലൂയിസ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ലൂയി ഡോട്ട് ഫോർമുലയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ അതും പിന്നെ കോസലും ലൂയിസും കൂടെ ചേർന്നുണ്ടാക്കിയ ഒക്ടറ്റ് റൂളിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പോർഷൻ ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഒക്ടറ്റ് റൂളിലേക്ക് പോകാൻ. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക. ഒരു ലൂയിസ് സ്ട്രക്ചർ വെച്ചിട്ട് ഒരു കോമ്പൗണ്ടിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക. അത് ഫിഗറൊക്കെ വരച്ച് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് ഫോർമൽ ചാർജ്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ അല്ല, എങ്കിലും പഠിച്ചിട്ട് പോവാം. 3ാമത്തെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന പോർഷൻ. ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ, പിന്നെ അതുപോലെ തന്നെ NH3 NF3 2 കോമ്പൗണ്ടുകളിലെ ഡൈപോൾ മൊമെന്റ് തമ്മിലുള്ള വേരിയേഷൻ, ഇതൊക്കെ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ്. ഡൈപോൾ മൊമെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. പല കോമ്പൗണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആവാനുള്ള കാരണം ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണ് റീസൺ പറയുക. BF3 ഡൈപോൾ മൊമെന്റ് 0 ആണ് റീസൺ പറയുക. ഇപ്പോൾ ഓരോന്നിനും ഓരോ റീസൺസ് ആണ്. അതെല്ലാം പഠിച്ചിട്ട് പോകണം തിയറി. റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിന് തന്നെ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ വരുന്ന രീതി, അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ അടുത്ത 5ാമത്തെ പോർഷനാണ് ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ്റെ തിയറി, ഹൈബ്രിഡൈസേഷൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പോയിന്റ്സ്, sp3 ഹൈബ്രിഡൈസേഷൻ, sp2 sp, sp3d, sp3d2. ഇതിൽ ഈ sp3d ഹൈബ്രിഡൈസേഷൻ ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. അതിൽ ട്രയഗണൽ ബൈപിരമിഡ് എന്ന് പറയുന്ന ഒരു ഷേപ്പും PCl5 ആണ് അതിന് എക്സാമ്പിൾ വരിക. PCl5. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പോർഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ. 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ഹൈബ്രിഡൈസേഷൻ്റെ തിയറി, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അടുത്ത വാലൻസ് ബോണ്ട് തിയറിയും ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ്റെ ഗ്രാഫും. വാലൻസ് ബോണ്ട് തിയറി അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ്. അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. പക്ഷേ ഹൈബ്രിഡൈസേഷൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല. അടുത്ത 7ാമത്തെ പോയിന്റ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയും അതിൻ്റെ ഡയഗ്രാം, ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്ന രീതി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇതിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്ന പോർഷൻ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്തതിന് ശേഷം മാത്രമാണ് എഴുതുക. കാരണം എന്തെന്ന് വെച്ചാൽ ഈ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാൻ ചിലപ്പോൾ ചോദിക്കണമെന്നില്ല. കാരണം ഡയഗ്രാം വലിയൊരു പോർഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കുക അതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ മാത്രമായിരിക്കും. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി മാത്രമായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഈ മോളിക്കുലാർ ഓർബിറ്റൽ കൺസെപ്റ്റ് എന്ന് കണ്ട ഉടൻ തന്നെ ഡയഗ്രാം വരയ്ക്കാൻ നിൽക്കരുത്. ക്വസ്റ്റ്യനിൽ ഡയഗ്രാം ചോദിച്ചാൽ മാത്രം അത് വരച്ചാൽ മതി. അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ബോണ്ട് ഓർഡറും കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയും അതൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഈ ഒരു പോർഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടിങ് 2 രീതിയിലുണ്ട്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട്. ഇതിലും ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് അതിൽ ഏത് ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ. ഇതിൽ ഒക്ടറ്റ് റൂള്, ഡൈപോൾ മൊമെന്റ്, ഹൈബ്രിഡൈസേഷൻ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ഇത്രയുമാണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പോർഷനിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. എല്ലാം പഠിച്ചിട്ട് പോയാലേ നമുക്ക് ഈ 10 മാർക്ക് കിട്ടുമെന്ന് ഷുവർ പറയാൻ പറ്റുകയുള്ളൂ. ഇതാണ് 4ാമത്തെ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ്. 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. ലേശം കൺസെപ്റ്റ് വൈസ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. പക്ഷേ വെയിറ്റേജ് ഉണ്ട്, 9 മാർക്കോളം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറവാണ്. എങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന അത്രയും പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ, എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി.
ഇത് രണ്ടും തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എല്ലാ തവണയും വരുന്നതാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഇൻറ്റൻസീവ്, എക്സ്റ്റൻസീവ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് വരിക പരീക്ഷയ്ക്ക് മിക്കപ്പോഴും. പിന്നെ അടുത്ത് എൻതാൽപ്പി ഇന്റേണൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചിട്ട് പോവുക. കാരണം അതിനകത്തുനിന്നാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ പോർഷൻസ് ചോദിക്കാറുണ്ട്. പ്രോബ്ലംസും ഉണ്ട്, എൻതാൽപ്പി കണ്ടുപിടിക്കുന്ന പ്രോബ്ലം, ഇന്റേണൽ എനർജി കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ്. അതിൽ എൻതാൽപ്പി കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് പറയുന്നൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം കൂടുതൽ തവണ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് പഠിച്ചിട്ട് പോയി, ഈ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം. പിന്നെ രണ്ടിൻ്റെയും സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഇന്റേണൽ എനർജിയുടെ എൻതാൽപ്പിയുടെയും സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ട പോർഷൻസ് തന്നെയാണ്, എങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടല്ല വരിക. അടുത്ത നാലാമത്തെ ഈ പോർഷനാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഹെസ്സസ് ലോയും അതുമായിട്ട് അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് 3 മാർക്കിന് ചോദിക്കും. മിക്ക പരീക്ഷയ്ക്കും കണ്ടുവരാറുള്ള ഒരു പ്രോബ്ലമാണ് ഹെസ്സസ് ലോയുടെ പ്രോബ്ലം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, എങ്കിലും മിക്കപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിൻ്റെ പ്രോബ്ലം കുട്ടികൾക്ക് ലേശം ടഫായിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഹെസ്സസ് ലോയും പഠിച്ചിട്ട് പോകും. ലോ 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ഇല്ലുസ്ട്രേഷൻ ഉൾപ്പെടെ ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത് ലാറ്റിസ് എൻതാൽപ്പി ബോൺ ഹേബർ സൈക്കിളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാറ്റിസ് എൻതാൽപ്പിയും ബോൺ ഹേബർ സൈക്കിൾ NaClന്റെ ബോൺ ഹേബർ സൈക്കിളാണ് പഠിക്കാനുള്ളത്, അതും പഠിച്ചിട്ട് പോവാം. സ്പോണ്ടേനിയസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോപ്പർട്ടി, അത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ എൻട്രോപ്പി എന്ന് പറയുന്ന ഡിസോർഡർ എന്ന് പറയുന്ന പോർഷൻ, എൻട്രോപ്പിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എൻട്രോപ്പിയുടെ കണ്ടീഷൻസ് അങ്ങനെയൊക്കെ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഗിബ്സ് എനർജിയും അതിൻ്റെ പ്രോബ്ലംസ്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം. ഡെൽറ്റ ജിയുടെ പ്രോബ്ലംസ്, ഇതിൽ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോബ്ലംസ്. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, അങ്ങനെ നമ്മൾ വാല്യൂ വെച്ചിട്ട് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ്. പിന്നെ ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ മൊത്തത്തിൽ വരുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ലോ മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ്. പിന്നെ ഇതിൽ ഉൾപ്പെടാത്ത പോർഷനിൽ എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് എന്ന് പറയുന്ന ഒരു പോർഷൻ, അതിൻ്റെ ഗ്രാഫും പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള പോർഷനാണ്, കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതല്ല. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മുടെ ഇതിനകത്ത് വരിക. ചിലപ്പോൾ പ്രോബ്ലമാറ്റിക് ആയിട്ടായിരിക്കും കൂടുതൽ ചോദിക്കുക, പക്ഷേ തിയറി മാത്രമായിട്ട് ചോദിച്ച വർഷവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്റർ നിങ്ങളൊന്ന് വൈഡായിട്ട് തന്നെ പഠിക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ഈ ഹെസ്സസ് ലോയും അതിൻ്റെ പ്രോബ്ലംസ്. ഇത്രയുമാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഇനി 6ാമത്തെ ചാപ്റ്റർ. അടുത്തതായി നമുക്ക് 6ാമത്തെ ചാപ്റ്റർ, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ. 6ാമത്തെ ചാപ്റ്ററിൽ വെയിറ്റേജ് വരുന്നത് 10 മാർക്കാണ്, വെയിറ്റേജ് കൂടുതലാണ്, 10 മാർക്കിനോളം വരും ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അല്പം ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, സെക്കൻഡ് ടൈമിൽ വരുന്നതിൽ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് വൈ, അതിനകത്ത് കെമിക്കൽ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ ഫിസിക്കൽ ഇക്വിലിബ്രിയം, അങ്ങനെയൊക്കെ കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസും കുറച്ച് തിയറി പോർഷൻസ് ഒക്കെ പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് തന്നെ ചോദിച്ച് കാണാറുണ്ട്. പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്, എങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ അല്ല. അതിനുശേഷം പറയുന്ന KP-KC റിലേഷനും അതിൻ്റെ പ്രോബ്ലവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതുമായിട്ടുള്ള പ്രോബ്ലം KP കണ്ടുപിടിക്കാനും KC കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട്. ആ പ്രോബ്ലം വളരെ പ്രധാനപ്പെട്ടതാണ്. KP is equal to KC into RT raised to delta n, അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം ആണ് അതിനകത്ത് കൂടുതൽ ചോദിക്കാറുള്ളത്. ഇനി അതുപോലെ തന്നെ 3ാമത് ആപ്ലിക്കേഷൻ ഓഫ് KC. ആപ്ലിക്കേഷൻ ഓഫ് KC എന്ന് പറയുമ്പോൾ KCയുടെ ആപ്ലിക്കേഷൻ പ്രധാനമായിട്ടും 3 ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് KC-QC റിലേഷൻ വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻ ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്, എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി, പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെല്ലാം ആപ്ലിക്കേഷൻസ് ഓഫ് KCയിൽ വരും. അടുത്ത് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോർഷൻ. ഈ ആപ്ലിക്കേഷൻസ് ഓഫ് KC റിപ്പീറ്റഡ് ആണ് പോർഷൻ, വളരെ പ്രധാനമാണ്. അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സിനാണ് അയോണിക് ഇക്വിലിബ്രിയം ഉള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു പോർഷനാണ് ഈ അയോണിക് ഇക്വിലിബ്രിയം. അയോണിക് ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി വരുന്ന പോർഷൻസ് എല്ലാം. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ് ആസിഡ് ബേസ് കൺസെപ്റ്റ്. 3 കൺസെപ്റ്റ് ഉണ്ട്. അറേനിയസ് കൺസെപ്റ്റ്, അതുപോലെ തന്നെ ലോറി ബ്രോൺസ്റ്റഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനകത്താണ് ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റാണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ അതിനകത്ത് കോൺജുഗേറ്റ് ആസിഡ് ഏത്, കോൺജുഗേറ്റ് ബേസ് ഏത്, അത് കണ്ടുപിടിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, വീക്ക് ആസിഡ് ഏത്, സ്ട്രോങ് ആസിഡ് ഏത്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ 3ാമത്തെ കൺസെപ്റ്റ് ലൂയിസ് കൺസെപ്റ്റ്, ലൂയിസ് ബേസും ലൂയിസ് ആസിഡും, അതിന് എക്സാമ്പിൾസ്. ഇതിൻ്റെ എല്ലാം പഠിക്കുമ്പോൾ എക്സാമ്പിൾസ് കൂടെ ടച്ച് ചെയ്ത് പഠിക്കുക. എക്സാമ്പിൾസ് തന്നിട്ട് അതിൽ നിന്ന്
ഏത് കൺസെപ്റ്റ് ആണെന്ന് തിരിച്ചെഴുതുക, അല്ലെങ്കിൽ അതിന് വീക്ക് ആസിഡ് ഏത്, സ്ട്രോങ് ആസിഡ് ഏത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ്, അതിൻ്റെ പെയർ, ഇതൊക്കെ വേർതിരിച്ചെഴുതാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഈ പോർഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നതാണ്, എല്ലാ തവണയും ചോദിക്കുന്ന ഒരു പോർഷനാണ്. അടുത്ത് pH സ്കെയിലും അതിൻ്റെ പ്രോബ്ലംസും, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. pH സ്കെയിലിൻ്റെ തിയറി പോർഷൻ ചോദിക്കാറുണ്ട്, pH സ്കെയിലിൻ്റെ ഇക്വേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലംസ് വരുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ബേസ് ചെയ്ത പ്രോബ്ലംസ്, Ka ആസിഡിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ KB ബേസിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ്, കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ് ഈ ഒരു pH സ്കെയിലിന്റെ പോർഷൻ. അടുത്ത് വരുന്നതാണ് കോമൺ അയോൺ എഫക്ട് എന്ന് പറയുന്ന പോർഷൻ. ഇതൊരു തിയറി പോർഷനാണ്. കോമൺ അയോൺ എഫക്ട് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് കോമൺ അയോൺ എഫക്ട്. അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ്. ബഫർ സൊല്യൂഷൻ, ബഫർ സൊല്യൂഷനും പ്രീവിയസ് ക്വസ്റ്റ്യനിലുള്ളതാണ്. അപ്പോൾ ഈ പറയുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനകത്ത് കൂടുതൽ പോർഷൻസ് ഉണ്ട്, സാൾട്ടിൻ്റെ ഒക്കെ പോർഷൻസ് ഉണ്ട്, അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. കൂടുതൽ തവണ ചോദിച്ച പോർഷൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബഫർ സൊല്യൂഷനിൽ ആസിഡ് ബഫർ സൊല്യൂഷൻ, ബേസിക് ബഫർ സൊല്യൂഷൻ, ആസിഡ് ബഫർ ആക്ഷൻ, ബേസിക് ബഫർ ആക്ഷൻ, അങ്ങനെയൊക്കെയുള്ള പോർഷൻസ് ഉണ്ട്. ലാസ്റ്റ് സോളിബിലിറ്റി പ്രോഡക്റ്റും അതിൻ്റെ പ്രോബ്ലവും, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ HSSC ലൈവിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഈ ടിക്കറ്റ് ഇരിക്കുന്ന പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലെങ്കിൽ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പോൾ ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് മോഡൽ എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷൻസ് 6ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോയി. സോളിബിലിറ്റി പ്രോഡക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി മാത്രമല്ല, അതിൻ്റെ പ്രോബ്ലം ആണ് വളരെ പ്രധാനം. AB ടൈപ്പ് സൊല്യൂഷൻ, AB2 ടൈപ്പ് സൊല്യൂഷൻ, AB3 ടൈപ്പ് സൊല്യൂഷൻ, അതിൻ്റെ ഫോർമുല, സോളിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള, അതുപോലെ തന്നെ സോളിബിലിറ്റി പ്രോഡക്റ്റ് KSP കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്, ഇതെല്ലാം ഇതിൽ വളരെ പ്രധാനപ്പെട്ട പോർഷൻസ് തന്നെയാണ്. ഇത്രയുമാണ് 6ാമത്തെ ചാപ്റ്റർ. ഇനി നമുക്ക് 7ലേക്ക് പോകാം. 7ാമത്തെ ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ. എനിക്ക് തോന്നുന്നു ഈ +1 പഠിക്കാനുള്ള ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, 5 മാർക്കേ ഉള്ളൂ. വളരെ ചെറിയൊരു ചാപ്റ്ററും കൂടിയാണ് റിഡോക്സ് റിയാക്ഷൻ. ഏകദേശം ഫുള്ള് ഓക്സിഡൈസിങ് നമ്പർ വെച്ചുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പോർഷനാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് പോർഷൻസേ ഉള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച പോർഷൻസ്, കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ പോർഷൻസ് ഞാൻ ടിക്കറ്റ് കാണിക്കാം. ആദ്യം ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ആ കൺസെപ്റ്റുകളൊക്കെ ക്ലാസിക്കൽ കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ കൺസെപ്റ്റ്, അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആ പോർഷൻ പഠിച്ചാലേ ഇങ്ങോട്ട് പഠിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ആ പോർഷൻ എഴുതിയത്. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ പ്രധാനം, essay ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ്, ഡിസ്പ്രൊപ്പോർഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ടൈപ്പാണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു എലമെന്റിന് തന്നെ 2ൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ പഠിക്കണം. അതിൽ ഡിസ്പ്രൊപ്പോർഷൻ ആണ് വളരെ പ്രധാനം. ഇനി സ്റ്റോക്ക് നൊട്ടേഷൻ. സ്റ്റോക്ക് നൊട്ടേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. മെറ്റൽസിന്റെ ഓക്സിഡൈസിങ് നമ്പർ റോമൻ ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. അതും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പോർഷനാണ് ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രോബ്ലമാറ്റിക് ആണ്. ഈ 5 മാർക്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ 3 മാർക്ക് അതോടെ നിങ്ങൾക്ക് ലഭിക്കും. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യനിലായിട്ട് വരിക. വലിയൊരു പ്രോബ്ലം ആണ്. നമ്മുടെ ഓക്സിഡൈസിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന മെത്തേഡ്. ഇപ്പോൾ ഒരു റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും എല്ലാം ഉള്ള ഒരു ഇക്വേഷൻ തരുന്നു. അതിലെ ഓക്സിഡൈസിങ് നമ്പർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് അവസാനം ഓക്സിഡേഷൻ നമ്പറും എല്ലാം ചെയ്ത് അവസാനം ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന ഒരു 9ഓളം സ്റ്റെപ്പുള്ള ഒരു പ്രോബ്ലം സെക്ഷനാണ് ഈ ഓക്സിഡൈസിങ് നമ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്, അയോൺ ഇലക്ട്രോൺ മെത്തേഡ് അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡാണെന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. 2 കൺസെപ്റ്റ് പഠിച്ചിരിക്കുക. മിക്ക പരീക്ഷയ്ക്കും റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ 5 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതിയിൽ കൂടുതൽ മാർക്കിന് ഈ ഒരു പ്രോബ്ലം കൊണ്ടുപോകും. ബാക്കിയുള്ള പോർഷന് പിന്നെ വരത്തുള്ളൂ. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിലെ മിക്ക പോർഷൻസും വരും. അപ്പോൾ ഇനി 5ാമത്തെ പോർഷൻ ഗാൽവനിക് സെൽ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ഒന്നും അല്ല, എങ്കിലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും 2 അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കും. ഗാൽവനിക് സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ സിങ്ക് കോപ്പർ സെല്ലാണ്. അപ്പോൾ ഇതിന്റെ വർക്കിങ്ങും ഇതിന്റെ ഫിഗറും ഇതിന്റെ ആനോഡ് കാഥോഡ് റിയാക്ഷനും ഒക്കെ എഴുതുമ്പോൾ തന്നെ അതും 3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ് ഈ പറയുന്ന 3 പോർഷൻസ്. അതിൽ തന്നെ ഈ ഓക്സിഡൈസിങ് നമ്പർ മെത്തേഡും ഹാഫ് റിയാക്ഷൻ മെത്തേഡുമാണ് ഏറ്റവും പ്രധാനം. ഇത്രയാണ് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ 8ാമത്തതിലും 9ാമത്തെ ചാപ്റ്ററിലും വരുമ്പോൾ ഇത് മെയിനായിട്ട് ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ 10 മാർക്കിനോളമുള്ള ക്വസ്റ്റ്യൻസ് വരും. 2 ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററിൽ നിന്ന് 18 മാർക്കിന് ചോദിക്കും.
അപ്പോൾ 8ാമത്തെ ചാപ്റ്റർ ഉണ്ട് ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത 9ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ റിയാക്ഷൻസ് ആണ്, ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതിൽ 9ാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 10 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്ന സെക്ഷൻസ് കുറച്ച് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുന്നതാണ്. അതൊക്കെ നിങ്ങൾ 10ൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെ ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു. പിന്നെ അത് ബോണ്ട് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈ വർഷം പഠിക്കുന്നത്. ബോണ്ട് ലൈൻ മെത്തേഡ് ജസ്റ്റ് അതിൻ്റെ മെത്തേഡൊക്കെ ഒന്ന് വരച്ച് പഠിക്കുക. അതിൻ്റെ നോമൻക്ലേച്ചർ ഉണ്ട്. ബോണ്ട് ലൈൻ മെത്തേഡ് എങ്ങനെയാണ്, അതിലെ ഓരോ റെപ്രസെൻറ്റേഷൻ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ബോണ്ട് ലൈൻ വരച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ അടുത്ത IUPAC നോമൻക്ലേച്ചർ ഉറപ്പായിട്ട് വരുന്ന പോർഷൻ. നോർമൽ നോമൻക്ലേച്ചർ നമ്മൾ 10ൽ SLCയിൽ പഠിച്ചിട്ടുള്ള നോർമൽ നോമൻക്ലേച്ചർ ഉണ്ട്. അത് പോയിട്ട് സഫിക്സ് പ്രിഫിക്സ് നോമൻക്ലേച്ചർ ഉണ്ട്. 2 ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ എങ്ങനെ നെയിം ചെയ്യും, ഫംഗ്ഷണൽ ഗ്രൂപ്പും ബ്രാഞ്ചും വരുമ്പോൾ എങ്ങനെ നോമൻക്ലേച്ചർ ചെയ്യും, ഫംഗ്ഷണൽ ഗ്രൂപ്പും ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ എങ്ങനെ നോമൻക്ലേച്ചർ ചെയ്യും. ഈ മെത്തേഡാണ് IUPAC നോമൻക്ലേച്ചറിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾ സ്പെഷ്യലൈസ് പഠിക്കുക. അതുപോലെ തന്നെ ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, ബെൻസീൻ കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, ബെൻസീൻ കോമ്പൗണ്ട്സ് വരുമ്പോൾ അതിൻ്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് IUPAC നോമൻക്ലേച്ചറിൽ വരിക. പിന്നെ അടുത്ത് അതിൽ നിന്ന് ഉറപ്പായിട്ട് പോർഷൻ വരുന്നതാണ്, ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത 3ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോമോളിസിസ് ഹെട്രോളിസിസ്, അതായത് ഹോമോളിറ്റിക് ഫിഷൻ ഹെട്രോളിറ്റിക് ഫിഷൻ എന്ന് പറയുന്ന പോർഷനാണ് 3ാമത്തെ പോർഷൻ. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ മെക്കാനിസംസിലോട്ട് വന്നു കഴിഞ്ഞു. റിയാക്ഷൻ മെക്കാനിസംസ് ആണ്. അപ്പോൾ ഇതും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ വരുമ്പോൾ പ്രൈമറി സെക്കൻഡറി ടെർഷറിയുടെ റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയാണ്, ആ ഓർഡറിലൂടെയൊക്കെ പഠിക്കണം. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 4ാമത്തെ സെക്ഷൻ ഇലക്ട്രോഫൈൽസ് ന്യൂക്ലിയോഫൈൽസ്. എന്താണ് ഇലക്ട്രോഫൈൽസ്? ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്, പോസിറ്റീവ് റിയേജൻസ് ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിയോഫൈൽസ് പോസിറ്റീവ് ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്, നെഗറ്റീവ് റിയേജൻസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള തിയറി പോർഷൻസ് പഠിക്കണം. പിന്നെ അടുത്ത 5ാമത്തത് വളരെ പ്രധാനമാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് മെക്കാനിസംസ്. ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഐ എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ് +R -R, ഇലക്ട്രോമെറിക് എഫക്റ്റ് +E എഫക്റ്റ് -E എഫക്റ്റ്, ലാസ്റ്റ് വൺ ഹൈപ്പർ കോൺജുഗേഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ പരീക്ഷയ്ക്ക് വരും. 2 മാർക്കിനോ അതിൽ അല്ലെങ്കിൽ 3 മാർക്കിനോ ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരും. മെക്കാനിസംസ്, അതുകൊണ്ടാണ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അല്ലെ റെസൊണൻസിൻ്റെയൊക്കെ ചോദിക്കുമ്പോൾ എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കണം. അതിൻ്റെ മെക്കാനിസം എല്ലാം കറക്റ്റ് പഠിക്കണം. എങ്ങനെ റെസൊണൻസിലേക്കാവും അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഐസോമെറിസം ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. സ്ട്രക്ചറൽ ഐസോമെറിസമാണ് മെയിനായിട്ട് ഓർഗാനിക്കിൽ പഠിക്കുന്നത്. അതിൽ ജോമെട്രിക്കൽ ഐസോമെറിസം വരുമ്പോൾ തന്നെ സിസ് ട്രാൻസ് ഐസോമെറിസം എന്ന് പറയുന്നത് കൂടെ നമ്മുടെ ഐസോമെറിസത്തിനകത്ത് വരും. സിസ് ട്രാൻസ് ഐസോമെറിസം അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അടുത്ത ഹൈഡ്രോ കാർബണിനകത്തും അത് വരും. ആൽക്കീൻസ് പഠിക്കുമ്പോൾ അതിനകത്ത് വരും. ഇനി 7ാമത്തെ പ്യൂരിഫിക്കേഷൻ കംപ്ലീറ്റ് തിയറി പോർഷനാണ്. പ്യൂരിഫിക്കേഷനിൽ പല പ്യൂരിഫിക്കേഷൻസ് ഉണ്ട്. ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, ക്രോമാറ്റോഗ്രാഫി. ഇപ്പോൾ ഇതെല്ലാം തിയറി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതിയാവും. അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഈ പോർഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഇപ്പോൾ പ്യൂരിഫിക്കേഷൻ നിങ്ങളൊന്ന് വായിച്ച് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മെനക്കെട്ട് പഠിക്കേണ്ട പോർഷനൊന്നുമല്ല, വായിച്ചു വെച്ചാൽ തന്നെ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. പിന്നെ അടുത്ത് ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് അത് ലേസിഗ്നസ് ടെസ്റ്റ് എന്ന് പറയുന്ന പോർഷനാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ. അതായത് നമ്മൾ സൾഫർ, നൈട്രജൻ, അതുപോലെ തന്നെ ഹാലജൻസ് ഇവരുടെ എല്ലാം ഐഡന്റിഫിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമൺ ടെസ്റ്റാണ് ലേസിഗ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് തയ്യാറാക്കിയിട്ട് അതുവഴി നമ്മൾ ഇവരെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതിൽ നൈട്രജൻ്റെ ഐഡന്റിഫിക്കേഷൻ എങ്ങനെ, അല്ലെങ്കിൽ ക്ലോറിൻ്റെ അതെങ്ങനെ, നമ്മൾ പറയുന്ന പോലെ അയഡിൻ്റെ എങ്ങനെ, അങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷൻ ഏത് മെത്തേഡാണ്. അപ്പോൾ ലേസിഗ്നസ് ടെസ്റ്റ് ഒരു ടേബിളൊക്കെ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണ് ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്ത് എഴുതാൻ പറ്റും. 2 മാർക്കിനൊക്കെ ആയിരിക്കും വരിക. മൊത്തത്തിൽ എഴുതണമെങ്കിൽ ഒരു 3 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ലാസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാത്തമെറ്റിക്കലി അവരുടെ അളവൊക്കെ കണ്ടുപിടിക്കുന്ന, വോളിയം കണ്ടുപിടിക്കുക, മാസ് കണ്ടുപിടിക്കുക, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്യൂമാസ് മെത്തേഡ്, ജൽദാഹി മെത്തേഡ്, ക്യൂരിയസ് മെത്തേഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതൊന്നുമല്ല, എങ്കിലും അതിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഏതിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മുടെ ജൽദാഹി മെത്തേഡ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് വളരെ റിപ്പീറ്റ് അല്ലെങ്കിലും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യേണ്ട. എങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്യുന്നുള്ളൊരു നമുക്ക് ചോയ്സ് കിട്ടും. എങ്കിലും ക്വാണ്ടിറ്റി അനാലിസിസ് ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിരിക്കണം. ഇതൊരു +1 വരുന്നതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ അടുത്ത് നമുക്ക് സെക്കൻഡ് ഇയർ വരുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിയാക്ഷൻ പഠിക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. എവിടെ പോയാലും നമുക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോർഷൻ കൂടിയാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഇത്രയും പോർഷൻ പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഇതാണ് അവസാനത്തെ ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ്. ഇതിൽ 9 മാർക്കിനാണ് വെയിറ്റേജ് ഉള്ളത്. നേരത്തെ ഞാൻ 8 മാർക്ക് എന്നാണ് പറഞ്ഞത്. ഓർഗാനിക് കെമിസ്ട്രി ടോട്ടലായിട്ട് 19 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ 19 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് അങ്ങനെ പറയാനില്ല. കാരണം എല്ലാം മെക്കാനിസംസും റിയാക്ഷൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഏത് ക്വസ്റ്റ്യൻ വേണോ ചോദിക്കാം. 50 അടുപ്പിച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു സെലക്ട് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിലും ഞാൻ ഇതിൽ നിന്നൊരു 10-11 പോർഷൻ എഴുതിയിരിക്കുന്നത് കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് മോഡൽ എക്സാം എഴുതുമ്പോൾ ഒരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഉഡ്സ് റിയാക്ഷൻ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉഡ്സ് റിയാക്ഷൻ സോഡിയം മെറ്റൽ ഉപയോഗിച്ചിട്ട് ആൽക്കൈൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തഡാണ് ആൽക്കൈൽ ഹാലൈഡ് ഉഡ്സ് റിയാക്ഷൻ തന്നെ എഴുതി പഠിക്കുക. പിന്നെ അതിനകത്തുള്ള തിയറി വരുമ്പോൾ ഡബിൾ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നമുക്ക് പ്രോഡക്റ്റിൽ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഉഡ്സ് റിയാക്ഷനിൽ. അടുത്ത ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡി മീൻസ് എലിമിനേഷൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ. ഇത് കാർബോക്സിലിക് ആസിഡ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ ബെൻസീൻ പ്രിപ്പയർ ചെയ്യാനും പറ്റും ഡീകാർബോക്സിലേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ റിയാക്ഷൻ പഠിക്കുക. ഇനി മൂന്നാമത് കോപ്സ് ഇലക്ട്രോളിസിസ്. ഇതും സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് തന്നെയാണ് ഇലക്ട്രോളിസിസ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ്. ഇതും ഡബിൾ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നാലാമത്തത് കൺഫർമേഷൻ ഓഫ് ആൽക്കൈൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു പോർഷനാണ്. ആൽക്കൈനിൽ ഈത്തൈൻ്റെ കൺഫർമേഷൻ ആണുള്ളത്. അപ്പോൾ ഇതിൽ എക്ലിപ്സ്ഡ് സ്റ്റാഗേഡ് എന്ന് പറയുന്ന 2 കൺഫർമേഷൻ ഉണ്ട്. 2 കൺഫർമേഷൻ്റെ ഡിഫറൻസ്, പിന്നെ അതുപോലെ തന്നെ 2 കൺഫർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി, ന്യൂമാൻസ് പ്രൊജക്ഷൻ, അതുപോലെ തന്നെ സോഹോൾസ് റെപ്രസെൻറ്റേഷൻ, അങ്ങനെ 2 റെപ്രസെൻറ്റേഷൻ വഴി ഈ കൺഫർമേഷൻസ് നമുക്ക് നൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയൂടെ നമ്മൾ ഇതിൽ പഠിക്കണം. അപ്പോൾ ആ പോർഷൻ കംപ്ലീറ്റ് പഠിക്കുമ്പോഴായിരിക്കും അതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടുക. ഇപ്പോൾ 2 മാർക്കിനാണ് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഫിഗർ വരയ്ക്കുന്ന രീതിയൂടെ പഠിച്ചു വയ്ക്കുക. ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കണം. ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് മാർക്ക് പോകും. അതുകൊണ്ട് ഫിഗറൊക്കെ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക. ഇനി അടുത്ത് മാർക്കോണിക്കോസ് റൂൾ, ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ വളരെ പ്രധാനം. ഇത് നമ്മുടെ ആൽക്കീൻസ് വരുമ്പോൾ അൺസിമെട്രിക് ആയിട്ടുള്ള ആൽക്കീൻസ് അൺസിമെട്രിക് ആയിട്ടുള്ള റിയേജൻ HBr ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് പാർട്ട് എവിടെ അറ്റാച്ച് ചെയ്യും എന്നതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ് മാർക്കോണിക്കോസ് റൂള്. അപ്പോൾ ഇത് പഠിക്കുമ്പോഴും അതിൻ്റെ ഇക്വേഷൻ വെച്ച് പഠിക്കുക. ഇക്വേഷൻ വെച്ച് പഠിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് ഈ മാർക്കോണിക്കോസ് റൂള് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി അടുത്ത് ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തിയറി പഠിച്ചാൽ മാത്രമേ മനസ്സിലാവും. ഇക്വേഷനിൽ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണോ എന്നുള്ളത് നമ്മൾ തിയറി പഠിച്ച് വച്ചാൽ മനസ്സിലാവും. ബീറ്റ കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള കാർബൺ, ഫംഗ്ഷണൽ ഗ്രൂപ്പോട് ചേർന്നിരിക്കുന്ന കാർബണിനെ പറയുന്നത് ആൽഫ കാർബൺ എന്നാണ്. അതിനും തൊട്ട് മുമ്പുള്ള കാർബണിനെയാണ് നമ്മൾ ബീറ്റ കാർബൺ എന്ന് പറയുക. അവിടെയുള്ള ഒരു ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുമ്പോൾ അതിനെ പറയുന്നതാണ് ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിയാക്ഷൻസ് ഉണ്ട്. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ഉണ്ട്. ആൽക്കഹോളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ആൽക്കീൻ ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ചേർത്തിട്ട് 443 കെൽവിൻ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി ആൽക്കീൻ ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അതൊരു ബീറ്റ എലിമിനേഷൻ റിയാക്ഷനാണ്. പഠിച്ചു വയ്ക്കുക. ഇനി ഓസോണോളിസിസും ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓസോണോളിസിസ് എന്ന് പറഞ്ഞാൽ ഓസോൺ വെച്ച് റിയാക്ട് ചെയ്യുന്ന വീട് പോലെ ഇരിക്കുന്ന റിയാക്ഷൻ, ഞാൻ വീടുണ്ടാക്കുന്ന റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. ഓസോണൈഡ് ആണ് അതിനകത്ത് ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് കാർബണൈൽ കോമ്പൗണ്ട്സ്, ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഉണ്ടാവുന്ന പ്രോസസ്സ്. അപ്പോൾ അത് ആൽക്കീൻസിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ വരുന്നതാണ് ഓസോണോളിസിസ്. അപ്പോൾ അതിലും ഏത് കോമ്പൗണ്ട് ആണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഓസോണോളിസിസ് ആണ് ചെയ്യേണ്ടത്. കാണാതെ പഠിക്കാൻ പറ്റില്ല, മനസ്സിലാക്കി പഠിക്കണം. അടുത്ത സൈക്ലിക് പോളിമറൈസേഷൻ. ആൽക്കൈൻസ് ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിനെ സൈക്ലിക് പോളിമറൈസേഷൻ ചെയ്യുമ്പോൾ ഹോട്ട് അയൺ ട്യൂബിനകത്തൂടെ കടത്തിവിടുക. ഏകദേശം 873-777 കെൽവിൻ ടെമ്പറേച്ചർ കൊടുത്ത് നമ്മളെ പ്രഷറൊക്കെ കൊടുത്ത് കണ്ടീഷൻസ് കൊടുത്ത് സൈക്ലിക് പോളിമറൈസേഷൻ ഉണ്ടാവും. ബെൻസീൻ ഉണ്ടാവുന്ന പ്രോസസ്സ്. ബെൻസീൻ്റെ പ്രിപ്പറേഷനിലും ഈ റിയാക്ഷൻ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് സൈക്ലിക് പോളിമറൈസേഷൻ. ഇനി ബെൻസീൻ്റെ ആരോമാറ്റിസിറ്റി തെളിയിക്കുന്ന റൂളാണ് ഹക്കൽസ് റൂള്. അതും പഠിക്കുക. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ഹക്കൽസ് റൂൾ എങ്ങനെയാണ്? 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് ആരോമാറ്റിക് ആണെന്ന് പറയുന്ന ഹക്കൽസ് റൂൾ. അതും പഠിച്ചിട്ട് പോവുക. 10ാമത്തെ പോർഷൻ ഇതിൽ റിഡക്ഷൻ ഓഫ് ഫീനോൾ. ഇതൊരു നെയിം റിയാക്ഷൻ ഒന്നും അല്ല, എങ്കിലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഫീനോൾ, ബെൻസീൻ്റെ മുകളിൽ ഊച്ചു വരുന്നതാണ് ഫീനോൾ എന്ന് പറയുന്നത്. ഫീനോളിനെ നമ്മൾ സിങ്ക് ചേർത്ത് റെഡ്യൂസ് ചെയ്യുമ്പോൾ ബെൻസീൻ ഉണ്ടാവും. ആ റിയാക്ഷനാണ് റിഡക്ഷൻ ഓഫ് ഫീനോൾ എന്ന് പറയുന്നത്. ബെൻസീൻ്റെ പ്രിപ്പറേഷനകത്ത് വരുന്നതാണ്. ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് വൺ ബെൻസീൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയും. ഇതിനകത്ത് ഹാലജനേഷൻ ഉണ്ട്, നൈട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സൾഫണേഷൻ ഉണ്ട്, ഫ്രിഡൽ ക്രാഫ്റ്റിൻ്റെ ആൽക്കൈലേഷനോ അസൈലേഷനോ ഉണ്ട്. ഇതിനെല്ലാം മെക്കാനിസം ഉണ്ട്. മെക്കാനിസം കൂടെ ഒന്ന് പഠിച്ചിട്ട് പോകാം. ടെക്സ്റ്റിനകത്തുണ്ട്. ഇപ്പോൾ ഫ്രീ റാഡിക്കൽ വരച്ചിട്ട് നമ്മുടെ കാറ്റലിസ്റ്റുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു മെക്കാനിസം ഒക്കെ പഠിക്കാറുണ്ട്. ആ മെക്കാനിസം കൂടെ പഠിച്ചിട്ട് പോവുക. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അഡിഷൻ റിയാക്ഷൻ ഉണ്ട്. നമ്മുടെ ബെൻസീൻ ഹെക്സാക്ലോറൈഡ് BHC ഉണ്ടാവുന്ന ഒരു അഡിഷൻ റിയാക്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈഡ്രജൻ ചേർന്ന് ബെൻസീനിൽ ആഡ് ചെയ്യുമ്പോൾ സൈക്ലോഹെക്സൈൻ കിട്ടുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ അതുപോലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എക്സസ് ക്ലോറിൻ ചേർക്കുമ്പോൾ നമ്മുടെ ഹെക്സാക്ലോറോബെൻസീൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി കൂടെ ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനകത്തുള്ള എല്ലാ റിയാക്ഷൻസും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനകത്തു നിന്നുള്ള 9 മാർക്ക് കിട്ടൂ എന്നുള്ളതാണ് സത്യം. എങ്കിലും ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിനകത്തു നിന്നുള്ള ഒരു 70-75% ക്വസ്റ്റ്യൻസ് ഇതിനകത്തു നിന്ന് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഞാൻ ഓവറോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു എക്സാമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാം പോലെ തന്നെ ഇതിനെ ഫേസ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺഫിഡൻസും നമുക്ക് ആ ഒരു എക്സാം എഴുതാനുള്ള ഒരു പേടിയൊക്കെ മാറത്തുള്ളൂ, കോൺഫിഡൻസ് കൂടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ ഈ എക്സാമിനെ കാണുക, ഈ പറയുന്ന പോർഷൻസ് എല്ലാം വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്കൊരു ട്രയൽ കിട്ടും, ഇതൊക്കെ വരും, ഇതൊക്കെ വരും. കാരണം മോഡൽ എക്സാമിൽ വരുന്ന ഒരു 70% ക്വസ്റ്റ്യൻസും പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ 2 എക്സാം ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മോഡൽ എക്സാം നിങ്ങൾ വെറുതെ ഈസി ആയിട്ട് കാണരുത്, ഇതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. 78 മാർക്കിനോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. 60 മാർക്ക് അതിൽ നിന്ന് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ പോർഷൻ ഞാൻ പറഞ്ഞ പോർഷൻസ് എല്ലാം നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇതിൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ നമ്മൾ ഇടുന്നതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ക്ലാസ്സുകൾ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മോഡൽ എക്സാമിന് വേണ്ടി നല്ലൊരു ആശംസയൊക്കെ നേരുകയാണ്. ഗുഡ് ലക്ക്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ബൈ.